നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ ഇടന്ന് വിളിക്കടി. വിളിച്ച് വിളിച്ച് വിഷമിക്കുമ്പോ ഞാൻ പ്രത്യക്ഷപ്പെടും. സത്യഭാമയ്ക്ക് ഒരു വരം കൊടുക്കാൻ. നീ സത്യഭാമയുടെ മൂത്ത മരുമകളാ, എന്റെ വിഷ്ണുവിന്റെ പെണ്ണ്. എന്നെ കഴിഞ്ഞാൽ ഈ വീട് ഭരിക്കേണ്ടവൾ. അവൾ എങ്ങനെയൊക്കെ ഉടുത്തൊരുങ്ങി വരണമെന്നുള്ളത് എന്റെ മനസ്സിലുണ്ട്. അതുപോലെ നടക്കും. അതുകൊണ്ട് മോള് ഈ പുടവ മോള് ഉടുക്കണം. ശ്യാമ, എല്ലാ കാര്യങ്ങളും റെഡിയല്ലേ? ഇനി നമുക്ക് ചടങ്ങ് നടത്താലോ. എല്ലാം ഒരുക്കിയിട്ടുണ്ട് സത്യമ്മ. എന്നാലും ഞാനും കൂടി നോക്കട്ടെ. മോളെ, അപ്പോഴേക്കും മോള് ഡ്രസ്സ് മാറി നിൽക്ക്. മോള് വാ, നടക്ക്. പൊന്നെ, നീ എന്താടി ആലോചിക്കുന്നേ? ഇതൊക്കെ സ്വപ്നമാണെന്നുള്ള ആശങ്കയില്ല അമ്മേ ഞാൻ. എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ വെട്ടി തുറന്ന് പറയുന്നേ ഉള്ളൂ. സത്യമ്മയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാനും പറയാനും ഒന്നും അവർക്ക് സാധിക്കില്ല. ഇപ്പൊ സത്യാമ്മ കാണിക്കുന്നതും അവരുടെ മകനോടുള്ള അവരുടെ ഇഷ്ടമാ. ആ ഇഷ്ടം ഇപ്പൊ നിന്നോടും ഉണ്ടായി. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട സമയമായി മോളെ. എല്ലാം കലങ്ങി തെളിയാൻ ഈശ്വരനായിട്ട് തന്നെയാ ഓരോന്ന് ഒരുക്കി കൊണ്ടുവരുന്നതും. അത് മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. ഈ ഒഴുക്കിനൊപ്പം നീന്തുക എന്ന് പറയൂലേ, അത് തന്നെയാ നീ ഇപ്പൊ ചെയ്യേണ്ടത്. എന്തായാലും നീ സാരി മാറ്. ഞാനേ മക്കളെവിടെയും നോക്കട്ടെ. സത്യമ്മയുടെ സ്നേഹവും സന്തോഷവും കാണുമ്പോ മനസ്സിൽ കയറിക്കൊടുന്നൊരു കാർമേഘമുണ്ട്. സുസ്മിത. ഏത് നിമിഷവും അവള് കൊടുങ്കാറ്റായി കടന്നു വരാം. വന്ന എല്ലാവരെയും ആ കാറ്റിൽ അവൾ വട്ടം ചുറ്റിച്ചുകൊണ്ട് പോകാം. ഈ സന്തോഷവും സമാധാനവും അവളുടെ ഈ ഒറ്റ വരവിൽ അവൾ അവസാനിപ്പിക്കും. അവൾ ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് അവളെ വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കാം. ഒരു ശ്രമം. ഇവിടുത്തെ ഈ സന്തോഷം തകരാതിരിക്കാൻ ഒരു ശ്രമം. ഓഹോ, വിളിക്കുന്നത് കളക്ടറാണല്ലോ. ഈ ഉള്ളവളെയൊക്കെ കളക്ടർ അങ്ങനെ വിളിക്കൂ? വിളിക്കണമല്ലോ. ചങ്കിനകത്ത് ഇലഞ്ഞിത്തറ മേളം കൊട്ടിയാടുമ്പോ വിളിച്ചു പോകും. വിളിക്കട്ടെ. നിന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുമ്പോ എന്തിനാടി ഞാൻ ഈ ഫോൺ എടുക്കുന്നേ? എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ സത്യഭാമയോട് പറഞ്ഞോളാം. 2 കുട്ടികളെ പ്രസവിച്ചിട്ട് ഒന്നിനെ അനുജത്തിക്ക് വിറ്റവളല്ലേ നീ? വിഷ്ണുവിനെയും വഞ്ചിച്ചു. വിഷ്ണുവിന്റെ അമ്മയെ നീ വഞ്ചിച്ചു. അപ്പോ
നിന്റെ അനിയത്തി ചെയ്തതോ? അവളുടെ ഭർത്താവ് രോഹിത്തിനെയും വഞ്ചിച്ചു. ഛെ, അങ്ങനെ ആ കുടുംബത്തിലെ സകലരെയും 10 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞു പറ്റിച്ചു. പറ്റിക്കലേറ്റുവാങ്ങാൻ സത്യഭാമയുടെ ജീവിതം പിന്നെയും ബാക്കി എന്ന് പറഞ്ഞതുപോലെ ആക്കിയില്ലേ നിങ്ങൾ ചേടത്തി അനിയത്തിയും കൂടെ. അതിന്റെ ഫലമൊക്കെ ഇന്ന് അനുഭവിക്കണം. ചുമ്മാ പറയുമല്ല, തെളിവ് സഹിതം പറയാൻ പോകുന്നതാ. അതുകൊണ്ട് നിനക്ക് അവിടെ നിന്ന മനസമാധാനം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ നീ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എനിക്കറിയാം. ചുമ്മാ വിളിക്കടേ. ഈ വിളിയിൽ നിന്റെ പരിഭ്രാന്തി എനിക്ക് ഇവിടെ ഇരുന്ന് കാണാം. നിന്റെ കണ്ണുകളിലെ ഭയം അതും എനിക്ക് കാണാം. അങ്ങനെ ഇടന്ന് വിളിക്കടി. വിളിച്ച് വിളിച്ച് വിഷമിക്കുമ്പോ ഞാൻ പ്രത്യക്ഷപ്പെടും, സത്യഭാമയ്ക്കൊരു വരം കൊടുക്കാൻ. ആ വരവാ നിന്റെയൊക്കെ തലവര. ആകാശ കൊട്ടാരത്തിൽ നിന്നും നിന്നെയൊക്കെ തള്ളിയിടുന്ന തലവര. മാഡം ഫോൺ അടിക്കുന്നു. അതങ്ങ് അടിക്കട്ടോ, നിർത്താതെ അടിക്കട്ടെ. അതിന്റെ ഒരു സുഖത്തിലാ ഞാൻ ഇപ്പൊ യാത്ര ചെയ്യുന്നേ. ഇത് എനിക്ക് വെറും ഒരു ഫോൺ കോൾ അല്ല, ആനന്ദ. മനസ്സ് നിറയ്ക്കുന്ന ആനന്ദം. ഇവളെടുക്കുന്നില്ലല്ലോ. ഞാൻ എടുക്കില്ല ശാലിനി. നീ എത്ര വിളിച്ചാലും ഞാൻ എടുക്കില്ല. നീ ഇപ്പൊ കരയിലെടുത്തിട്ട മീനിനെ പോലെ പിടയ്ക്കുകയാണെന്ന് എനിക്കറിയാം. ഞാനത് ഇവിടെ ഇരുന്ന് മനസ്സിൽ കാണാ. ഞാൻ ഈ ഫോൺ എടുക്കാതിരിക്കുന്ന ഓരോ നിമിഷവും നിന്റെ ചങ്കിടിപ്പ് കൂടുകയേ ഉള്ളൂ. അതിനിയും കൂടണം. കൂടിക്കൂടി ചങ്കിന്റെ പ്രവർത്തനം നിലച്ചാ ഞാൻ ഡബിൾ ഹാപ്പി. അവളെടുക്കുന്നില്ലല്ലോ. അവളിപ്പോ രണ്ടും കൽപ്പിച്ചുള്ള വരവാ. എന്തൊക്കെയോ അവള് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവള് ഫോൺ എടുത്തേനെ. എന്തായിരിക്കും അവളുടെ ലക്ഷ്യം? പപ്പയുടെ സത്യങ്ങൾ അറിയിക്കുന്നതിലൂടെ വലിയൊരു ഭൂകമ്പം തന്നെ അവളിവിടെ സൃഷ്ടിക്കും. പിന്നെ ഈ കാണുന്ന സത്യഭാമയായിരിക്കില്ല ഇവിടെ കാണുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.